ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പവർഫുള്ളായ രണ്ട് പദവികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും. ഇവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വളരെ ലളിതമായി ഒന്ന് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമുക്കറിയാം, ഇന്ത്യയിൽ ശക്തനായ ഒരു പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭയുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് യഥാർത്ഥത്തിൽ എന്താണ് പണി? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ, അതായത് ഹെഡ് ഓഫ് സ്റ്റേറ്റ്. എന്താണ് ഈ രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള വ്യക്തി, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും ഗവൺമെന്റൊക്കെ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ അധികാരങ്ങളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. പ്രധാനമായും 5 തരം അധികാരങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് എക്സിക്യൂട്ടീവ് പവർ, അതായത് കാര്യനിർവഹണത്തിനുള്ള അധികാരം. യൂണിയൻ ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ്. അപ്പോൾ ഈ അധികാരത്തിൽ എന്തൊക്കെ വരും? നമ്മുടെ പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുമാത്രമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാർ, സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ, മറ്റു രാജ്യങ്ങളിലേക്കുള്ള അംബാസഡർമാർ, ഈ സുപ്രധാന നിയമനങ്ങളെല്ലാം നടത്തുന്നത് അദ്ദേഹമാണ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണം നേരിട്ട് രാഷ്ട്രപതിയുടെ കീഴിലാണ്. രണ്ടാമത്തേത് ലെജിസ്ലേറ്റീവ് പവർ, നിയമനിർമ്മാണത്തിലുള്ള അധികാരം. നമ്മുടെ പാർലമെന്റിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, ഒരു ഇന്റഗ്രൽ പാർട്ടാണ് രാഷ്ട്രപതി. പാർലമെന്റ് എപ്പോ കൂടണം, എപ്പോ പിരിയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. വേണമെങ്കിൽ ലോക്സഭ പിരിച്ചുവിടാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പാർലമെന്റിലെ 2 സഭകളും പാസാക്കുന്നൊരു ബില്ല് നിയമമായി മാറണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പിടണം. അദ്ദേഹത്തിന്റെ ആ ഒപ്പാണ് അതിനെ നിയമമാക്കുന്നത്. പിന്നെ പാർലമെന്റ് സമ്മേളനമില്ലാത്ത സമയത്ത് പെട്ടെന്നൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കാനും സാധിക്കും. മൂന്നാമത്തെ പവർ ജുഡീഷ്യൽ പവർ, അതായത് കോടതികളുമായി ബന്ധപ്പെട്ട അധികാരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിക്ഷകളിൽ ഇളവ് നൽകാനും ചിലപ്പോൾ പൂർണ്ണമായും മാപ്പ് നൽകാനുമുള്ള അദ്ദേഹത്തിന്റെ അധികാരമാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിക്ക് ഈ ഒരു അസാധാരണ അധികാരം നൽകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലുള്ള ഒരു സുരക്ഷാ വലയം പോലെയാണ്. അതായത് കോടതി ഒരാൾക്ക് ശിക്ഷ വിധിച്ചാൽ പോലും അതിൽ ഇളവ് കൊടുക്കാനോ, ശിക്ഷയുടെ സ്വഭാവം മാറ്റാനോ അല്ലെങ്കിൽ പൂർണ്ണമായും മാപ്പ് കൊടുക്കാനോ രാഷ്ട്രപതിക്ക് സാധിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് ദയ നൽകാനുള്ള അധികാരവും ഇതിൽപ്പെടും. ഇനി നാലാമത്തേത്, ഒരുപക്ഷേ ഏറ്റവും ഗൗരവമേറിയ അധികാരങ്ങൾ, എമർജൻസി പവേഴ്സ് അഥവാ അടിയന്തരാധികാരങ്ങൾ. രാജ്യത്തൊരു അസാധാരണ സാഹചര്യം വന്നാൽ അവസാന വാക്ക് രാഷ്ട്രപതിയുടേതാണ്. പ്രധാനമായും 3 തരം അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. 1. യുദ്ധമോ വിദേശാക്രമണമോ ഉണ്ടായാൽ പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ. 2. ഒരു സംസ്ഥാനത്തെ ഭരണം ഭരണഘടന അനുസരിച്ച് മുന്നോട്ടു പോകുന്നില്ലെങ്കിൽ അവിടെ ഏർപ്പെടുത്തുന്ന രാഷ്ട്രപതി ഭരണം. 3. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ഭീഷണിയുണ്ടായാൽ പ്രഖ്യാപിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ. 5ാമത്തേതും അവസാനത്തേതുമായ പവർ മിലിറ്ററിയും ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് സൈനികവും നയതന്ത്രപരമായ അധികാരങ്ങൾ. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളുടെയെല്ലാം സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയാണ്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതും അംബാസഡർമാരെ നിയമിക്കുന്നതും മറ്റു രാജ്യങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഏർപ്പെടുന്നതും അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ വരും. അപ്പോ ഇത്രയൊക്കെ അധികാരങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തലവന് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ എന്ത് സംഭവിക്കും? ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പദവി, അതായത് ഉപരാഷ്ട്രപതിയുടെ റോള് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഭരണഘടനയനുസരിച്ചുള്ള പിൻഗാമി എന്ന നിലയിൽ ഉപരാഷ്ട്രപതിയുടെ പങ്ക് എന്താണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 65 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, രാഷ്ട്രപതിയുടെ പദവിയിൽ മരണം, രാജി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒരു ഒഴിവ് വന്നാൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കും. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കസേര ഒരു നിമിഷം പോലും ഒഴിഞ്ഞുകിടക്കാൻ പാടില്ല. പക്ഷേ ഈ ആക്ടിംഗ് പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഒരു താൽക്കാലിക ജോലിയല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വരുന്ന ഒന്ന്. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ശരിക്കുള്ള ദൈനംദിന ജോലി എന്താണ്? അതിനുള്ള ഉത്തരം പാർലമെന്റിനകത്താണ്.
കൃത്യമായി പറഞ്ഞാൽ രാജ്യസഭയുടെ നടത്തിപ്പ്. ഉപരാഷ്ട്രപതിയാകുന്ന ഏതൊരാളും ഓട്ടോമാറ്റിക്കായി രാജ്യസഭയുടെ ചെയർമാനാകും. ഇതിനെയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതാണ് ഉപരാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട സ്ഥിരമായ ഉത്തരവാദിത്വം. രാജ്യസഭ കൂടുമ്പോൾ അതിന്റെ അധ്യക്ഷനായിരിക്കുക, സഭയിൽ ബഹളങ്ങളൊക്കെ നിയന്ത്രിച്ച് അച്ചടക്കം ഉറപ്പുവരുത്തുക, ചോദ്യങ്ങളും പ്രമേയങ്ങളുമൊക്കെ അവതരിപ്പിക്കാൻ അനുവദിക്കാമോ എന്ന് തീരുമാനിക്കുക, നിയമനിർമ്മാണ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ജോലികൾ. പിന്നെ ഏതെങ്കിലും വിഷയത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ വോട്ടുകൾ തുല്യമായാൽ ഒരു നിർണായകമായ കാസ്റ്റിംഗ് വോട്ട് ചെയ്യാനുള്ള അധികാരവും ചെയർമാനുണ്ട്. അപ്പോ ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ 2 പദവികളും രാജ്യത്തിന്റെ ഭരണത്തിന് ഒരു തുടർച്ചയും സ്ഥിരതയും ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഈ 2 പദവികളും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്നൊന്ന് നോക്കാം. രാഷ്ട്രപതിയുടെ പ്രധാന റോള് രാഷ്ട്രത്തലവൻ എന്നതാണ്. ഉപരാഷ്ട്രപതിയുടെയോ അത് രാജ്യസഭാ ചെയർമാന്റേതാണ്. രാഷ്ട്രപതിക്ക് എക്സിക്യൂട്ടീവ്, സൈനിക, നിയമന, അടിയന്തരാധികാരങ്ങളൊക്കെയുണ്ട്. പക്ഷേ ഉപരാഷ്ട്രപതിക്ക് ആക്ടിംഗ് പ്രസിഡന്റ് ആകുമ്പോഴൊഴികെ ഈ അധികാരങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇത് ശരിക്കുമൊരു അധികാരശ്രേണിയല്ല, മറിച്ച് വ്യത്യസ്ത ചുമതലകളുള്ള 2 സുപ്രധാന പദവികളാണ്. അപ്പോ ശരിക്കും ഈ പദവികൾ ഒരു ആലങ്കാരികം മാത്രമാണോ, അതോ നമ്മുടെ ഭരണഘടനയുടെ കാവൽക്കാരാണോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഈ അധികാര സന്തുലനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ നിർത്തുന്നു. നന്ദി.